നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. Powered by Liutech Solar Solutions, Mayil Foodstuffs, Mookanur and Cochin Kalabavan Ankamali franchise. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് അങ്കമാലി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ മൂക്കന്നൂർ ITIയും SHOS ആൻഡ് SHPS സ്കൂളുകളും ചേർന്ന് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണവും കരിയർ ഗൈഡൻസ് ക്ലാസും സിനിമാ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭാവിയെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണമെന്നും ആരായിത്തീരണം എന്നതെല്ലാം നേരത്തെ മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നും ജൂഡ് ആന്റണി പറഞ്ഞു. ഇങ്ങനൊരു പരിപാടിക്ക് ഇവിടെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു ക്യാമ്പയിനായിട്ട് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു എന്താ പറയുക, നമ്മൾ വിചാരിച്ചാലേ നമ്മളൊരാൾക്ക് വഴിതിരിക്കാൻ പറ്റുള്ളൂ. ഒരാളും എന്താ പറയുക ബലമായി പിടിച്ചുപോയി ആരെ വഴിതിരിച്ച ചരിത്രമില്ല. അവനവന് ഉള്ളിൽ തോന്നണം, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്, ഞാൻ ജീവിക്കുന്നത് എന്തിനാണ്, എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ലോകത്തിനുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അങ്ങനെ ചിന്തിച്ച് സ്വയം വഴിതിരിക്കാൻ പറ്റുള്ളൂ. ആർക്കും അങ്ങനെ ഒരാളെ വഴിതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പഠിക്കുന്ന കൊണ്ട് കുറച്ചൊക്കെ എന്താ പറയുക, നമ്മുടെ ഉത്തരവാദിത്വത്തോടുകൂടി നാളെ എന്തെങ്കിലും ആവണം, ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ, ആരെങ്കിലും നമ്മൾ ജീവിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവില്ല. ഈ പറഞ്ഞാൽ ഈ കോളേജിൽ പഠിച്ചാൽ നിങ്ങൾക്ക് വേറെ ഒരു കോളേജിൽ പോയി പഠിക്കണം, പിന്നെ അങ്ങനെ പഠിക്കണം, അങ്ങനെയല്ലേ. പഠിച്ച് എവിടെയെങ്കിലും ടോപ്പിൽ വരും പഠിത്തം, എന്നിട്ട് എന്തെങ്കിലും ആവണമല്ലോ. അങ്ങനെയൊക്കെ ആവണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഒരു പ്ലാനിങ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ വേണ്ടെന്ന് പറയാനുള്ളത് അത് അങ്ങനെ പലരുണ്ടാവും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എനിക്ക് അവരൊക്കെ ഇതുപോലെ നമ്മളൊപ്പം വിചാരിച്ചാണ് ജോലിയാവണമെന്ന് വിചാരിക്കും. കുറച്ചൊക്കെ അതിൻ്റെ പുറകെ പോകും, പിന്നെ അതിൻ്റെ പുറകെ പോയി നശിച്ചു പോയ ചരിത്രമേ ഉള്ളൂ. ആരും നന്നായി കഴിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരാൾ എന്താ പറയുക, ഏതെങ്കിലും വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, സ്ഥിരമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാൾ കണ്ടിരുന്നു. അങ്ങനെയുള്ളവരെല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ. ഒരാൾ പച്ചപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഇങ്ങനെ ഒരു കളി പിടിക്കാൻ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വലിയ വലിയ ആളുകളുടെ സാന്നിധ്യത്തിലൂടെ കാണാനായിട്ട് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സിവിൽ എക്സൈസ് ഓഫീസർ സലാഹുദ്ദീൻ CK ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിനോദവും വിവേകവും ഒരുപോലെ സമന്വയിപ്പിച്ചൊരുക്കിയ ലഹരി വിരുദ്ധ ക്ലാസ് കുട്ടികളിൽ കൂടുതൽ ആവേശമുയർത്തി. What is meant by drug? Drug means എന്താ? കേസാണോ? ആദ്യം സാധനം നഷ്ടപ്പെടും. എന്താ? അഭിമാനം നഷ്ടപ്പെടും. ആരുടെയൊക്കെ അഭിമാനം നഷ്ടപ്പെടും? അതിന്റെ നഷ്ടപ്പെടും അല്ലേ? ഡെപ്യൂട്ടി ഡീൻ SCMS കോളേജ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. ആഗ്രഹങ്ങൾക്കും നമ്മിലെ കഴിവിനൊത്തും കരിയർ കണ്ടുപിടിച്ച് മുന്നോട്ടു പോകുന്നതിനെക്കുറിച്ച് വരുൺ മേനോൻ വിശദമാക്കി. അങ്കമാലി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ RV അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ജോഫീന ഷാൻഡോ, ബാലനഗർ ITI ഡയറക്ടർ ബ്രദർ സജി കളമ്പുക്കാട്ട്, CST, അങ്കമാലി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ K എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. BTI സ്റ്റാഫ് സെക്രട്ടറി ഷിജു പോൾ നന്ദി അറിയിച്ചു. ഒരിക്കൽ കുറച്ച് കുട്ടികൾ ചെന്ന് അബ്ദുൽ കലാമിന്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഒരു രാജ്യത്തിന്റെ ബലം എന്താണെന്ന്. അതിന് അബ്ദുൽ കലാം മറുപടി പറഞ്ഞത്, ഒരു രാജ്യത്തിന്റെ യുവത്വമാണ് ആ രാജ്യത്തിന്റെ ബലമെന്നാണ്. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഈ കുറച്ച് സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
ലഹരിക്കൊന്നും അടിമപ്പെടാതെ ലോകത്തിന്, നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും നല്ല സംഭാവനകൾ നൽകുന്ന ജ്വലിക്കുന്ന ഒരു യുവത്വത്തിന്റെ ഭാഗമായി മാറുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങൾക്കറിയാം. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, പിന്നെ കരിയർ ഗൈഡൻസ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ വിശകലനം ചെയ്യുമ്പോൾ പരസ്പരം കണക്റ്റഡാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.